സങ്കീർത്തനങ്ങളുടെ പുസ്തകം 33 അധ്യായം അതിൻ്റെ 1 തിരുലിഖിതം വചനം പറയാണ്, നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ. എന്താണ് ഈ കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ അതിൻ്റെ അർത്ഥം വെറും സാധാരണ ഒരു സന്തോഷത്തെക്കുറിച്ചോ സാധാരണമായിട്ടുള്ള ഒരു ആനന്ദത്തെക്കുറിച്ചോ അല്ല വിശുദ്ധ ബൈബിൾ ഇവിടെ പറയുന്നത്. വലിയ ആർപ്പുവിളിയോടെയുള്ള ആനന്ദവും സന്തോഷവും, ഉച്ചത്തിൽ ആർപ്പുവിളിയോടെ പാടിക്കൊണ്ടുള്ള വലിയൊരു ആനന്ദം, സന്തോഷം, ഇങ്ങനെയുള്ള ഒരു ആനന്ദത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ആർപ്പുവിളിയോടെ ഉച്ചത്തിൽ പാടിക്കൊണ്ടുള്ള ഒരു ആനന്ദമായിരിക്കണം കർത്താവിലുള്ള ആനന്ദം എന്ന് ബൈബിൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് അത് കർത്താവിലായിരിക്കണം എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആനന്ദത്തിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു വ്യക്തിയിലോ ഒരു വസ്തുക്കളിലോ ഒരു ഭൗതിക മേഖലകളിലോ അല്ല. ആനന്ദത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് അത് കർത്താവിൽ മാത്രമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 11 തിരുലിഖിതത്തിൻ്റെ 2 ഭാഗം ഇങ്ങനെ പറയുന്നത്, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. പിന്നെ ഉണ്ടല്ലോ, കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറയുന്ന ഈ വചനത്തിന് വേറെ ഒരു ആഴമായിട്ടുള്ള വ്യാഖ്യാനം കൂടിയുണ്ട്. കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എൻ്റെ എല്ലാ ആനന്ദത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും കാരണം കർത്താവാണെന്ന് ഒരു വ്യക്തി ഉച്ചത്തിൽ പ്രഖ്യാപിക്കുമ്പോഴാണ് അത് കർത്താവിലുള്ള ആനന്ദമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. അല്ലെങ്കിൽ അത് കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഇടവരുമ്പോൾ കർത്താവാണ് അതിൻ്റെ കാരണമെന്നും കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ഇതെല്ലാം സംഭവിക്കുന്നതെന്നും ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ ആനന്ദത്തിൽ ആർപ്പ് വിളിക്കുന്നു, അല്ലെങ്കിൽ ആനന്ദത്തിൽ സ്തുതിച്ചു പാടുന്നു. അങ്ങനെ എല്ലാ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടം കർത്താവാണെന്ന് ഒരു വ്യക്തി പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപിക്കുന്നതിനാണ് കർത്താവിലുള്ള ആനന്ദം, അല്ലെങ്കിൽ കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ആനന്ദത്തിൻ്റെയും ഒരു ക്രെഡിറ്റ് കർത്താവിന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആനന്ദത്തിൻ്റെ ഒരു മുഹൂർത്തം ഉണ്ടാകുക എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ആ വ്യക്തിക്ക് പറയാനായിട്ട് സാധിക്കണം, 4 പേരോട് പറയാനായിട്ട് സാധിക്കണം, എല്ലാവരോടും പറയാനായിട്ട് സാധിക്കണം, ഇന്ന് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നതിന് കാരണം കർത്താവാണ്. അങ്ങനെ അതൊരു 4 പേരോട് പറയുമ്പോൾ അതിനുള്ള അർത്ഥമാണ് കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദവും സന്തോഷവും ഒക്കെ അത് നമ്മൾ ഈ ലോകത്തോട് ചേർന്നാണ് നമ്മൾ ആനന്ദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തെ ഒട്ടും ഓർക്കാതെ പോലും നമ്മളിങ്ങനെ വെറുതെ ആഘോഷിക്കുകയാണെങ്കിൽ അതിന് പറയുന്നത് ലോകത്തിലുള്ള ആനന്ദം എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷവും അനുഗ്രഹവും സമാധാനവും സന്തോഷവും എല്ലാം കർത്താവിൽ നിന്നാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സന്തോഷം നിലനിൽക്കും, ആ ആനന്ദം നിലനിൽക്കും. പിന്നെയും ഇതുപോലുള്ള അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ ഒത്തിരി ആനന്ദവും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആനന്ദത്തിൽ സന്തോഷത്തിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും കർത്താവിനെ സ്മരിക്കാനായിട്ടോ കർത്താവിനെ ഓർക്കുവാനായിട്ടോ കർത്താവാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ കാരണമെന്നും കർത്താവാണ് എൻ്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയെന്നും വിളിച്ചു പറയുവാനായിട്ടോ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടോ എനിക്ക് സാധിച്ചിട്ടില്ല. നല്ല ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് എന്തായിരിക്കുന്നുവോ അതെല്ലാം അങ്ങയുടെ കൃപയാലാണെന്ന് ദൈനംദിനം ഏറ്റു പറയാനായിട്ട്, അത് പറഞ്ഞു നടക്കുവാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. നമുക്കെല്ലാവർക്കും ഇങ്ങനൊരു കൃപയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഒരു ആശീർവാദം നമുക്കിപ്പോൾ ശിരസ്സ് നമിച്ചുകൊണ്ട് സ്വീകരിക്കാം.